ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഇനി മുരുടേശ്വരത്തേക്കാണ് പോകുന്നത്. നമ്മൾ മൂകാംബികയിൽ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ മൂകാംബിക എന്നിവിടെ മുരുടേശ്വരത്തേക്കൊരു 60 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ മുരുടേശ്വരത്തേക്കാണ് പോകുന്നത്. നമ്മൾ എല്ലാവരും തന്നെ ഉള്ളത്, ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുള്ള അവർ തന്നെ ഉള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വീഡിയോ വിഷ്വൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ശരി. അപ്പോൾ നമ്മൾ ആ കവാടം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഉണ്ടായൊരു കവാടം ഉണ്ടായില്ലേ, കൊല്ലൂർ മൂകാംബികയിലെ. അപ്പോൾ ആ കവാടം കഴിഞ്ഞ് അങ്ങനെ പോകുന്നു. കാട്ടിലോട്ടുള്ള യാത്ര തന്നെയാണ്. വിജനമായ സ്ഥലം, വണ്ടികളൊന്നും അധികമില്ല. രാവിലെ വേണ്ടതായിരിക്കും ചിലപ്പോൾ. ഒരു പാടമാണ്, കൈതച്ചക്കേൻ്റെ പാടമാണ് കാണുന്നത്. അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ ഇത് എനിക്കൊന്ന് മൂകാംബിക പബ്ലിക് സ്കൂളിൻ്റെ ഒരു സ്ഥലമാണെന്നോ സംശയമുണ്ട്. അവരെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന കൂടുതലും വളവും തിരിവലുള്ള റോഡാണിത്. എയർപിൻ ബെൻഡല്ല, പക്ഷേ വളവും തിരിവും കൂടുതലുള്ള ഒരു റോഡാണ്. കണ്ടോ ഒരു വളവ്. നമ്മളെ വലതുവശത്ത് ഫുള്ള് വലിയൊരു മലയാണ്, ഒരു ഓപ്പൺ സ്പേസും പിന്നെ അതിൻ്റെ ബാക്കിൽ നല്ല മലയും. നല്ല രസമുണ്ട് കാണാൻ. ആരോ എന്തോ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്തോ തോന്നുന്നു. അവിടെ മതിൽ വെട്ടിയിട്ട് വെച്ചിട്ടെല്ലാം ഉണ്ട്. രാവിലെ തന്നെ ആയിട്ട് കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന തിരക്കിലാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളും കാണുന്നുണ്ട്. കുറേ ദൂരത്തിന് ശേഷം ഒരു സ്കൂള് കണ്ടത്. നമ്മുടെ നാഷണൽ ഹൈവേ 766 നാഷണൽ ഹൈവേ 66 കടന്നു. ഈ ബൈന്ദൂരൊക്കെ കഴിഞ്ഞിട്ടുള്ള ഹൈവേ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള ഹൈവേ ആണ്. മലയെല്ലാം തുരന്നുണ്ടാക്കിയതുകൊണ്ട് രണ്ട് സൈഡിലൊരു മൺകൂന പോലെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഹൈവേയിൽ പോകുമ്പോൾ. പിന്നെ ഇത് ഇതുപോലെയുള്ള നല്ല വ്യൂസും ഉണ്ടാവും ആ ബൈന്ദൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഹൈവേയിലൂടെ പോകുമ്പോൾ. നല്ല സ്ട്രെയിറ്റ് റോഡിലൂടെ ദൂരെ കാണുന്ന ആ മലയെല്ലാം ഉണ്ടല്ലോ, നല്ല വ്യൂ. പിന്നെ അതുപോലെ തന്നെ ഈ റോഡിൻ്റെ നടുക്ക്, അതായത് രണ്ട് അടുത്ത വശം വലതുവശം പോകുന്ന വാഹനങ്ങളുടെ അതിൻ്റെ നടുവിൽ ഒരു ഡിവൈഡർ പോലെ ഉണ്ട്. അപ്പോൾ ആ ഡിവൈഡറിൽ ഇവർ പിന്നെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ്. റെയിൽവേ ലൈനാണ് അപ്പുറമുള്ളത്. ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വലിയ മലേൻ്റെ താഴത്തൂടെ. മുരുടേശ്വര ടെമ്പിളിൻ്റെ പ്രവേശന കവാടുന്നത്. അതിലൂടെ കയറി അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത് തന്നെ നല്ലൊരു റോഡ്. അപ്പോൾ നമ്മളിവിടെ മുരുടേശ്വര അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള ഭാഗമായത്. ഉയർന്ന ഇതിലുള്ളൊരു വലിയൊരു ഗോപുരം. അതിൻ്റെ പിറകിൽ പിന്നെ ശിവൻ്റെ പ്രതിമ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടോളസ്റ്റ് ആയിട്ടുള്ള ശിവൻ്റെ പ്രതിമയിൽ 3-ാം സ്ഥാനം ഇതിന്, ഈ മുരുടേശ്വര ശിവപ്രതിമ. അമ്പലത്തിൻ്റെ ഇങ്ങേ തലക്ക് എന്ന് പറയുന്നത് കടലാണ്. അപ്പോൾ അവിടെ സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി. ഗോപുരത്തിൻ്റെ അകത്ത് എത്തിയില്ല, ഗോപുരത്തിൻ്റെ മുമ്പിലായത്. ഇത് 2 ആനേൻ്റെ സ്തൂപമുണ്ട് രണ്ട് സൈഡിലും. നമ്മളിത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊടുക്കുവാണ്. മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ. കാരണം കടലിൻ്റെ തൊട്ടടുത്ത് ഉള്ളൊരു അമ്പലമായത്, അതുകൊണ്ട് നല്ല കടലിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് കടലിന് അടുത്തേക്ക് ഇങ്ങനെ കൊടിമരം. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ പ്രതിഷ്ഠകളാണിത്. ഇവിടുത്തെ സ്വർണ്ണത്തേരാണ്. ഉത്സവത്തിനെല്ലാം മെയിനായിട്ട് ഉപയോഗിക്കുന്നൊരു തേരാണിത്. ഫുള്ള് സ്വർണ്ണമാണ് അടച്ചു വെച്ചിട്ടുള്ളത്. നവഗ്രഹങ്ങൾക്കൊരു പ്രത്യേക പ്രതിഷ്ഠയുള്ളൊരു അമ്പലം കൂടി. അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതാണ് ഈ എടുത്തു നിന്ന് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഫുൾ ഫൂട്ടേജ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലാണ് ഈ അമ്പലത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠ ഇരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ നാട്ടിലത്തെ പോലെ പാൻറ് ഇട്ട് കഴിഞ്ഞാൽ അകത്ത് കയറ്റാത്തൊരു അവസ്ഥയൊന്നും ഇവിടെയൊന്നുമില്ല. അതുപോലെ തന്നെ വേറെ പ്രത്യേക പ്രതിഷ്ഠ കൂടി ഇവിടെയുണ്ട്. അത് ആ വീഡിയോയിലെത്തുമ്പോൾ ഞാൻ പറയാം.
ഇതെന്ന് വെച്ചാൽ ലിഫ്റ്റിൻ്റെ ഏരിയ ആണ്. കവാടത്തിൻ്റെ മുകളിലേക്ക് കയറി പോരാനുള്ള ലിഫ്റ്റിൻ്റെ ഏരിയ ഇത്. മനോഹരമായൊരു കടലാണ് മുരുടേശ്വര ടെമ്പിളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ അമ്പലത്തിൻ്റെ 3 വശത്തും കടൽ തന്നെയാണ്. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മൾ പിന്നെ ശിവൻ്റെ പ്രതിമേൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള വഴിയായത്. ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ടൂറിസ്റ്റ് ബേസ് ആയിട്ടുള്ളൊരു അമ്പലം എന്ന് വേണം പറയേണ്ടി വരും. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറേ പ്രതിമകൾ വേറെയും വെച്ചിട്ടുണ്ട്, ശിവൻ്റെ പ്രതിമ കൂടാണ്ട്. ഇതെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ നടത്തിയൊരു ഫൂട്ടേജാണ്. പുരാണത്തിലെ ചില കഥാപാത്രങ്ങളെയാണ് അവിടെ സ്റ്റാച്ചു ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളല്ല അവരാ. നമ്മളിവിടെ പോകുന്ന സമയത്ത് കുറേ വിദേശികളുണ്ടായിരുന്നു ഇതെല്ലാം കാണാനെല്ലാം വേണ്ടിയിട്ട്. സാധാരണ ഒരു ആരാധനാലയത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു വ്യത്യസ്തത. ഇതാണ് ആ ശിവലിംഗം ഉൾപ്പെടുന്ന അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആയത്. സെൽഫിയിലെടുക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇത്. ഇതിനുള്ളിൽ ഈ ഒരു ഏരിയയിലാണ് ആ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളത്. അധികം അകത്തൊന്നുമില്ല, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഏരിയ ആണ്. എന്നിട്ട് പിന്നെ അപ്പുറം വേറൊരു ചെറിയൊരു അമ്പലം കൂടി കാണുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അതിൽ ശിവപ്രതിമക്കുള്ളിലൊരു ചെറിയൊരു മ്യൂസിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുരാണത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു മ്യൂസിയമാണിത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥ പോലെ ഒരു പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു മ്യൂസിയമാണിത്. ഓരോ മുറി പോലെ ആക്കിയിട്ടേ ഓരോ മുറിയിലും ഓരോ കഥാപാത്രങ്ങൾ. ആൾക്കാരിങ്ങനെ കയറുന്ന സമയത്ത് ആ കഥ ഇങ്ങനെ പ്ലേ ചെയ്യും. അപ്പോൾ നമുക്കത് ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ ഇതും സീനിങ്ങനെ കണ്ടു പോകുമ്പോൾ ആ കഥയും കൂടി കഥ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാകുന്നുണ്ടാവും. നമുക്ക് പിന്നെയും മനസ്സിലാകുന്നുണ്ട്. കഥ പറഞ്ഞിങ്ങനെ പോകുന്നൊരു സംഭവം ആക്കിയിട്ടുണ്ട്. ഇതിനും ടിക്കറ്റ് ചാർജ് ഉണ്ട്, 20 റുപ്യ ഒരാൾക്ക്. ഇതെന്ന് വെച്ചാൽ ഗുഹേൻ്റെ ഉള്ളിൽ നിന്നെടുത്തൊരു ഇതിൻ്റെ ഭാഗത്തുള്ളൊരു ചെറിയൊരു വ്യൂ കാണുന്നുണ്ട്, ആ കടലിൻ്റെ സൈഡിലൂടെയുള്ള. അത് ജസ്റ്റ് ഒരു കൗതുകം തോന്നിയപ്പോൾ ഒന്ന് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. നമ്മളങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് കിടന്ന് അത് കഴിഞ്ഞ് നമ്മൾ പ്രതിമേൻ്റെ ബാക്ക് സൈഡിൽ വന്നപ്പോൾ ഒരു ഷോട്ടാണിത്. ഇത് മൊത്തത്തിൽ അവർ വെച്ചാൽ കോൺക്രീറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അവർ ഓരോ നിർമ്മാണത്തിൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി അവർ കീപ്പ് ചെയ്തെന്നുള്ളതാണ്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വിസ്താരമുള്ളൊരു കടൽ. എന്താ ഭംഗിയല്ലേ? ഇതെന്തിന് ഇത്ര ക്ലോസ് ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ ഇത് ശിവനിരിക്കുന്ന പുലിത്തോലിൻ്റെ ഒരു മോഡലാണ്. ഇതിൽ പോലും അവർ ആ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ പാമ്പിൻ്റെ ഇതായാലും ശൂലം എല്ലാം നമുക്ക് ആ ഒറിജിനൽ പോലെ തന്നെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പ്രതിമേൻ്റെ ഇതും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. മഹാഭാരത യുദ്ധത്തിലെ അർജുൻ്റെയും കൃഷ്ണൻ്റെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇത് ശനീശ്വരൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല ശനീശ്വരന് ഒരു പ്രത്യേക പ്രതിഷ്ഠ ഉണ്ട് എന്ന് തോന്നുന്നില്ല എനിക്ക്. ജ്യോതിഷത്തിലെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ശനീൻ്റെ എന്തെങ്കിലും അപഹാരമുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നാട്ടിൽ പോകുന്നതെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും പ്രതിഷ്ഠയിലായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് വന്നിട്ട് അതിൻ്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. നല്ല തെളിഞ്ഞ കടലാണ് കണ്ടോളി. തെളിഞ്ഞ വെള്ളം കടലിൻ്റെ ഒരു പക്ഷേ അങ്ങനെ കാണാൻ പറ്റുമോ സംശയമാണ്. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും തിരിച്ച് പുറത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ മുരുടേശ്വരയിലെ കാഴ്ചകൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.